നമസ്കാരം. കേന്ദ്ര സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും മറ്റ് സർക്കാർ സ്ഥാപനങ്ങൾക്കും മികച്ച മാതൃകയായി കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ്. ഭാരതരത്ന ഡോക്ടർ ബി.ആർ. അംബേദ്കറുടെ 134ാമത് ജന്മജയന്തി ആഘോഷം പോർട്ട് ട്രസ്റ്റ് ആഘോഷിച്ചുകൊണ്ടാണ് ഈ മികച്ച നേട്ടം കൈവരിക്കാനായത്. ജന്മജയന്തി ആഘോഷം പോർട്ട് ട്രസ്റ്റ് വൈസ് ചെയർമാൻ സതീഷ് കുന്നേക്കാട്ട് ഉദ്ഘാടനം ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളും ബാങ്കുകളും തൊഴിൽ നിയമങ്ങളും ഇന്ത്യൻ ഭരണഘടനയും മറ്റു രാജ്യങ്ങൾക്ക് മാതൃകയാണ്. അത്തരത്തിൽ വിഭാവനം ചെയ്ത ഡോക്ടർ ബി.ആർ. അംബേദ്കറുടെ ജന്മദിനം പോർട്ട് ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ജീവനക്കാരുടെ സംഘടനകളെ ചേർത്തുകൊണ്ട് സമുചിതമായി ആഘോഷിച്ചു. പോർട്ട് ട്രസ്റ്റിന്റെ വകുപ്പ് മേധാവികൾ, ജനപ്രതിനിധികൾ എന്നിവർ ഉൾപ്പെടെ പങ്കെടുത്ത പരിപാടി പോർട്ട് ട്രസ്റ്റ് വൈസ് ചെയർമാൻ ഉദ്ഘാടനം ചെയ്തു. പോർട്ട് ട്രസ്റ്റിന്റെ ചിലവിൽ ഡോക്ടർ ബി.ആർ. അംബേദ്കറുടെ പൂർണ്ണകായ പ്രതിമ സ്ഥാപിക്കുമെന്ന ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. He was a highly intelligent person, and he had knowledge in all most of the subjects here. He had knowledge which I would like to share with you people. His exceptional intellectual prowess and scholarly achievements. He had multiple doctorates. Nowadays, even getting one doctorate is difficult for all of us. But he had multiple doctorates. It is very commendable and it's almost very difficult for anybody to achieve it. Ambedkar was an exceptionally brilliant scholar. He earned doctorates in economics from Columbia University and the London School of Economics. His expertise spanned to economics, law, sociology, anthropology and political science, to name a few. He had done a lot of pioneering works in economics, and he was a prolific writer and thinker. These are the few things which I would like to mention here, but there are so many things, it will take a lot of time to go through that. On this occasion, I would like to announce that our chairman sir has already given directions to install a full-size Dr. Ambedkar statue, and it will be completed by this financial year. Our chief engineer has already taken action in this regard. And with regard to CCTV, definitely, madam, we will try to look into and whatever best possible try to do it. 1928 ഇന്ത്യ ഗവൺമെന്റ് സ്ഥാപിതമായ കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് 90 വർഷത്തിലേറെ പിന്നിടുമ്പോൾ ഭരണഘടനാ ശില്പിയും രാജ്യത്തിന്റെ പരമോന്നത വ്യക്തിയുമായ ഡോക്ടർ ബി.ആർ. അംബേദ്കറുടെ ജന്മദിനം പോർട്ട് ട്രസ്റ്റിന്റെ ഉത്തരവാദിത്തത്തിൽ ആഘോഷിക്കപ്പെടുന്നത് ഇത് ആദ്യമായിട്ടാണ്. ആ ഒരു കുറവ് പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ തുടർ വർഷങ്ങളിൽ ഉണ്ടാവുമെന്ന് ചെയർമാൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ കേരളത്തിലെ മറ്റു പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് പോർട്ട് ട്രസ്റ്റ് ഒരു മാതൃകയായി മാറിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മാതൃദേശം.